നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നല്ലനാട് സ്റ്റോറീസിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മുരളി നല്ലനാട് എഴുതിയ നോവൽ ഹൃദ്യം തുടരുന്നു. ആസന്നമായ ദുരന്തമുഖത്ത് മുകുന്ദനുണ്ണി തരിച്ചു നിന്നു. പത്രക്കാരും ചാനലുകാരും കളരിക്കൽ വീട്ടിലേക്ക് വന്നു. മുകുന്ദനുണ്ണി പൂമുഖത്ത് നിന്ന് ഇറങ്ങാൻ നേരം അവർ അയാളെ വളഞ്ഞു. കർഷക ശ്രീ മുകുന്ദനുണ്ണിയെ എല്ലാവർക്കും അറിയാമായിരുന്നു. ആശ ടീച്ചർ തനിച്ചായിരുന്നോ വീട്ടിൽ? ഒരു പത്രലേഖകൻ ചോദിച്ചു. അവരും ഭർത്താവിൻ്റെ അമ്മയുമാണ് ഇവിടെ ഉള്ളത്, അയാൾ മറുപടി കൊടുത്തു. അമ്മായിയമ്മ എവിടെ? അങ്ങനെ ഒരാളെപ്പറ്റി കേൾക്കുന്നുണ്ടല്ലോ. മറ്റൊരു ലേഖകൻ്റെ ചോദ്യം. അവർ തൊടുപുഴയിലുള്ള മകളുടെ വീട്ടിൽ പോയതായിട്ടാ അറിവ്. കൂടുതലൊന്നും എനിക്കറിയില്ല. എങ്ങനെ രക്ഷപ്പെടുമെന്ന് മുകുന്ദനുണ്ണി ചിന്തിച്ചപ്പോഴാണ് ഒരു നിലവിളി കേട്ടത്. എല്ലാവരും അങ്ങോട്ട് തിരിഞ്ഞു. വീഡിയോ ക്യാമറകൾ അവിടേക്ക് കണ്ണു തുറന്നു. സുകുമാരി അമ്മയെ മകൾ സിന്ധുവും ദേവയാനിയും ചേർത്ത് പിടിച്ചുകൊണ്ട് വരുന്നതാണ് മുകുന്ദനുണ്ണി കണ്ടത്. നെഞ്ചിലടിച്ച കൈ ദേവയാനി പിടിച്ചമർത്തുന്നുണ്ട്. എൻ്റെ മോളെ ഞാൻ കൊന്നേ. ഇന്നലെ രാത്രി ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞിന് ഈ ഗതി വരില്ലായിരുന്നേ. തനിച്ചാക്കിപ്പോയേ ഞാൻ. സുകുമാരിയമ്മ ഉച്ചത്തിൽ വിളിച്ച് വിലപിച്ചു. പൂമുഖത്തേക്ക് അവർ കയറി. എൻ്റെ കുഞ്ഞിന് എന്നാ പറ്റിയേ? ഞാനൊന്ന് കണ്ടോട്ടെ. അയ്യോ. CA ജോണി കോട്ടൂരാൻ ഇറങ്ങി വന്നു. എൻ്റെ മോളെവിടെ? ഞാനൊന്ന് കാണട്ടെ സാറേ. ജോണി കോട്ടൂരാനെ കണ്ടതും ദേവയാനിയുടെ ഉള്ളു പിടച്ചു. അയാളുടെ നോട്ടം അവളുടെ മുഖത്തായിരുന്നു. അവളെ അയാൾക്ക് മനസ്സിലായി. ഇവരെയും കൊണ്ട് എവിടേക്കാ പോകുന്നത്? ജോണി കോട്ടൂരാൻ തടഞ്ഞു. എൻ്റെ കുഞ്ഞിനെ ഞാനൊന്ന് കണ്ടോട്ടെ സാറേ. ആരും ഈ വീട്ടിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. കാണുന്നതൊക്കെ പിന്നീട്. ഇവരെ പുറത്തേക്ക് കൊണ്ടുപോ. അയാൾ തട്ടിക്കയറി. നിലവിളിച്ച് കരയുന്ന സുകുമാരി അമ്മയെ ദേവയാനിയും സിന്ധുവും ചേർന്ന് ബലമായി മുറ്റത്തേക്കിറക്കി. മുകുന്ദനും സന്ധ്യയുടെ ഭർത്താവ് പ്രകാശനും അങ്ങോട്ട് വന്നു. മോനെ, എൻ്റെ മോള് പോയി. ഞാനിതെങ്ങനെ സഹിക്കും ദൈവമേ. മുകുന്ദനെ നോക്കി അവർ കരഞ്ഞു. ദേവു, അമ്മയെ വീട്ടിലേക്ക് കൊണ്ടുപോ. പോസ്റ്റ്മോർട്ടം കഴിയാതെ ആർക്കും കാണാൻ പറ്റില്ല. ദേവയാനിയും സന്ധ്യയും സുകുമാരി അമ്മയെ കൂട്ടിക്കൊണ്ടുപോയി. പത്രക്കാരെയും ചാനലുകാരെയും ജോണി കോട്ടൂരാൻ പുറത്താക്കി. അയാൾ മുറ്റത്ത് നിന്ന ജോർജ് കുട്ടിയെ വിളിച്ചു. ബോഡി ആദ്യം കണ്ട സ്ത്രീയെ വിളിക്ക്. ജോർജ് കുട്ടി സുമേഷിനെ അടുത്തേക്ക് വിളിച്ചു. നിന്റെ അമ്മയെ കൂട്ടിക്കൊണ്ടുവാ. സുമേഷ് ചെന്ന് സ്ത്രീജനങ്ങൾക്കിടയിൽ ഭയന്ന് വിറച്ചു നിന്ന ഗിരിജയെ കൂട്ടിക്കൊണ്ടുവന്നു. പോലീസിനെ കണ്ടതും ഗിരിജ വിറയ്ക്കാൻ തുടങ്ങി. കേറി വാ. പൂമുഖത്ത് നിന്ന് ജോണി കോട്ടൂരാൻ വിളിച്ചു. പേടിച്ചു വിറച്ച് ഗിരിജ വരാന്തയിലേക്ക് കയറി. ഒരു പോലീസുകാരൻ മൊഴി എഴുതിയെടുക്കാൻ വന്നു. എന്നതാ നിങ്ങളുടെ പേര്? ഗിരിജ. എന്നാ പണിയാ നിങ്ങൾക്ക്? തൊഴിലുറപ്പ് പദ്ധതിക്ക് പോകുന്നുണ്ട് സാറേ. എന്നാത്തിനാ രാവിലെ ഇവിടെ വന്നത്? ഇവിടുത്തെ പുറംപണി ചെയ്യുന്നത് ഞാനാ സാറേ. അടിച്ചു വാരുന്നതും പാത്രം കഴുകുന്നതും ഞാനാ. അതിനാ രാവിലെ വന്നത്. ഇവിടെ വന്നപ്പോൾ ഉണ്ടായതൊക്കെ കൃത്യമായിട്ട് പറ. വന്നപ്പോൾ മുന്നിലെ വാതിൽ തുറന്നു കിടപ്പുണ്ട്. ടീച്ചറേയും അമ്മയെയും വിളിച്ചു. ആരും വിളി കേൾക്കാതെ വന്നപ്പോൾ അകത്ത് കയറി നോക്കി. അടുക്കളയിൽ ആരെയും കണ്ടില്ല. അമ്മയുടെ മുറി പൂട്ടിയിട്ടുണ്ട്. അങ്ങനാ ടീച്ചറുടെ മുറിയിൽ പോയത്. ടീച്ചറുടെ മുറി തുറന്നു കിടക്കുന്നത് കണ്ട അകത്തേക്ക് ചെന്നത്. അവിടെ കണ്ടത്. ഗിരിജ കരയാൻ തുടങ്ങി. എന്നിട്ട് നിങ്ങൾ എന്നാ ചെയ്തു? ബോഡിയിൽ പിടിച്ചോ? തട്ടി വിളിച്ചില്ലേ? ഇല്ല. നിലവിളിച്ചുകൊണ്ട് ഞാൻ മുറ്റത്തേക്ക് ഓടി. അവിടെ നിന്ന് ഉറക്കെ വിളിച്ചു. എൻ്റെ മോനും ആളുകളും ഓടി വന്നു. അതാണോ നിങ്ങളുടെ മോൻ? ജോണി കോട്ടൂരാൻ മുറ്റത്ത് നിന്ന് സുമേഷിനെ നോക്കി. അവനൊന്ന് പരുങ്ങി. അതെ സാറേ. വാടാ ഇവിടെ. സുമേഷ് ഞെട്ടിപ്പോയി. വിരണ്ട മട്ടിൽ അവൻ പൂമുഖത്തിന് താഴെ വന്നു നിന്നു. നിന്റെ വീടെവിടാടാ? വലതുഭാഗത്തേക്ക് അവൻ വിരൽ ചൂണ്ടി. ആ കാണുന്നതാ സാറേ. അവിടെ നിന്ന് ഏകദേശം 500 മീറ്റർ ദൂരം വരുമെന്ന് ജോണി കോട്ടൂരാന് തോന്നി. എന്നതാടാ നിന്റെ ജോലി? പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല സാറേ. പണിയില്ലാതെ എങ്ങനെയാടാ ജീവിക്കുന്നത്? ചേട്ടായിയുടെ പറമ്പിൽ പണിക്ക് പോകും. ആരാടാ ചേട്ടായി? സുമേഷ് മുകുന്ദനുണ്ണിയുടെ നേരെ വിരൽ ചൂണ്ടി. മുകുന്ദനുണ്ണിയുടെ സഹായി നീയാണല്ലേ? മുന വെച്ചുള്ള ആ ചോദ്യം അവൻ്റെ ഉള്ളിൽ ഭീതി പടർത്തി. ടോണിയെ തല്ലാൻ നീയും ഉണ്ടായിരുന്നല്ലേടാ? അവൻ മുഖം കുനിച്ചു. ഇന്നലെ രാത്രി ഇവിടെ നിന്ന് ഒച്ചയോ നിലവിളിയോ കേട്ടോ? ഇന്നലെ രാത്രി ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല സാറേ. അത് ശരി. പിന്നെ നീ എവിടെയായിരുന്നു? മുഖത്ത് നോക്കടാ. ജോണി കോട്ടൂരാൻ അവൻ്റെ അടുത്തേക്ക് ചെന്നു. സുമേഷിൻ്റെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. വൈകിട്ട് ഞാൻ ചേട്ടായിയുടെ നെടുങ്കണ്ടത്തുള്ള തോട്ടത്തിൽ പോയിരുന്നു. രാവിലെയാ വന്നത്. എന്നത്തിനാടാ നീ നെടുങ്കണ്ടത്തിന് പോയത്? കാറ്റുകൊള്ളാനോ? തോട്ടത്തിൽ ആനയിറങ്ങി. രാത്രി ആനയെ ഓടിച്ചു വിടാനാ ചേട്ടായി എന്നെ അയച്ചത്. അപ്പോൾ ചേട്ടായിയാണ് നിന്നെ പറഞ്ഞു വിട്ടത് അല്ലേ? ജോണി കോട്ടൂരാൻ മുകുന്ദനുണ്ണിയെ നോക്കി. അതെ, അവൻ പറഞ്ഞു.
ഉള്ളു കിടുങ്ങുമ്പോഴും ഒരു പാവപ്പകർച്ചയും കാട്ടാതെ മുകുന്ദനുണ്ണി നിന്നു. എന്നിട്ട് നീ എപ്പോഴാ വന്നത്? 9 മണിയാവും. അവന് ചായ കൊടുത്തിട്ടാ സാറേ ഞാൻ ഇങ്ങോട്ട് വന്നത്, ഗിരിജ ബോധിപ്പിച്ചു. ഇന്നലെ ഒച്ചയോ ബഹളമോ നിങ്ങൾ കേട്ടോ? ഇല്ല സാറേ, ഇവിടെ സ്ഥിരമായി വരാറ് ആരൊക്കെയാ? പുരുഷന്മാർ വരാറുണ്ടോ? അങ്ങനെ ആരുമില്ല സാറേ. ജോണി കൂട്ടൂരാൻ സുമേഷിൻ്റെ നേരെ തിരിഞ്ഞു. നിന്റെ അമ്മയുടെ നിലവിളി കേട്ടല്ലേ ഇങ്ങോട്ട് വന്നത്? അതെ സാറേ. എന്നിട്ട് നീ അകത്ത് കയറി നോക്കിയോ? ഇല്ല സാറേ. ഇവരല്ലാതെ ആരും അകത്ത് കയറിയിട്ടില്ലെന്ന് ഉറപ്പാണോ? അതെ സാറേ. ആൾക്കൂട്ടത്തിൽ നിന്നൊരാൾ മുന്നോട്ട് വന്നു. ഗിരിജയുടെ വിളി കേട്ട് ആദ്യം വന്നത് ഞങ്ങളാ. ആരെയും ഞങ്ങൾ അകത്തേക്ക് വിട്ടിട്ടില്ല സാറേ. ഉടനെ മെമ്പറെ വിവരമറിയിക്കുകയാണുണ്ടായത്. വെരി ഗുഡ്. ജോണി കോട്ടൂരാൻ അകത്തേക്ക് കയറി. തുറന്നു കിടന്ന മുറിയിലൊക്കെ അയാൾ കയറി ഇറങ്ങി. ഒരു മുറി പുറത്തുനിന്ന് പൂട്ടിയിരുന്നു. അയാൾ അടുക്കളയിലെത്തി. അവിടുത്തെ ലൈറ്റിൻ്റെ സ്വിച്ച് കണ്ടുപിടിച്ച് ലൈറ്റിട്ടു. കിച്ചൺ സ്ലാബിലിരുന്ന പാൽക്കുപ്പി അയാളുടെ കണ്ണിൽപ്പെട്ടു. പോക്കറ്റിൽ നിന്ന് കർച്ചീഫ് എടുത്ത് അയാൾ പാൽക്കുപ്പി എടുത്തു. 1 ലിറ്റർ പാൽ അതിലുണ്ട്. അയാൾ അടപ്പ് തുറന്നു. കുറച്ചു പാൽ അടപ്പിലേക്ക് വീഴ്ത്തി. അന്നത്തെ പാലാണതെന്ന് അയാൾക്ക് മനസ്സിലായി. SI പ്രശോഭൻ അങ്ങോട്ട് വന്നു. ഇത് കണ്ടോ, ഇന്ന് കിച്ചണിലെത്തിയ പാൽക്കുപ്പിയായത്. അപ്പോൾ ഗിരിജയ്ക്ക് മുമ്പ് ആരോ ഇവിടെ വന്നു പോയിട്ടുണ്ടാവും. ആദ്യം ബോഡി കണ്ടത് ആ ആൾ തന്നെ. ആരാ പാല് കൊടുക്കുന്നതെന്ന് അന്വേഷിക്ക്. സാർ. പ്രശോഭൻ മുൻവാതിക്കലേക്ക് വന്നു. ഇവിടെ പാൽ കൊടുക്കുന്നത് ആരാ? എല്ലാവരോടുമായി പ്രശോഭൻ ചോദിച്ചു. മുകുന്ദനുണ്ണിയുടെ ഉള്ളു കിടുങ്ങി. ടീച്ചർ പാല് വാങ്ങുന്നത് ചേട്ടായിയുടെ വീട്ടിൽ നിന്നാ, സുമേഷ് പറഞ്ഞു. അതെ, എൻ്റെ വീട്ടിൽ നിന്നാ. മുകുന്ദനുണ്ണി സമ്മതിച്ചു. എന്തായാലും ഇന്ന് ആശ ടീച്ചർ പാല് വാങ്ങാൻ വന്നിട്ടുണ്ടാവില്ല. അവരുടെ അമ്മയും ഇവിടെ ഉണ്ടായിരുന്നില്ല. മുകുന്ദനുണ്ണി മിണ്ടിയില്ല. താൻ ഇങ്ങ് വന്നേ. പ്രശോഭൻ മുകുന്ദനുണ്ണിയെ വിളിച്ചു. അയാൾ അടുത്തേക്ക് ചെന്നു. നിങ്ങളുടെ വീട്ടിൽ നിന്നല്ലാതെ വേറെ എവിടെന്നെങ്കിലും അവർ പാല് വാങ്ങുന്നുണ്ടോ? അതേപ്പറ്റി അറിയില്ല. വീട്ടിൽ നിന്ന് 2 നേരമായി 1.5 ലിറ്റർ പാൽ വാങ്ങാറുണ്ട്. CA ജോണി കോട്ടൂരാൻ കൈ പിന്നിൽ കെട്ടി ഇറങ്ങി വന്നു. ആരാ വീട്ടിൽ നിന്ന് കുപ്പിയിൽ പാലുമായി ഇവിടെ വന്നത്? എനിക്കറിയില്ല സാറേ. ഞാൻ രാവിലെ പറമ്പിലേക്ക് പോയിരുന്നു. ജോണി കോട്ടൂരാൻ പിന്നിൽ പിടിച്ചിരുന്ന പാൽക്കുപ്പി പുറത്തു കാണിച്ചു. കിച്ചണിൽ ഇരുന്നതാ. ഇന്ന് കൊണ്ടുവച്ച പാൽ. ഇത് വന്നത് മുകുന്ദനുണ്ണിയുടെ വീട്ടിൽ നിന്ന്. മുകുന്ദനുണ്ണി മറുപടി പറഞ്ഞില്ല. രാവിലെ ആശ ടീച്ചറെ കാണാതായപ്പോൾ മുകുന്ദനുണ്ണിയുടെ ഭാര്യയോ മക്കളിൽ ആരെങ്കിലുമോ പാലുമായി ഇവിടെ വന്നിട്ടുണ്ട്. എനിക്കറിയില്ല സാർ. ഇതിൽ പരിഭ്രമിക്കാനൊന്നുമില്ല. പാൽ കിച്ചണിൽ വെച്ചിട്ട് സ്ത്രീകൾ ആരും വീട്ടുകാരെ കാണാതെ പോവില്ല. വന്നയാൾ ആശ ടീച്ചർ മരിച്ചു കിടക്കുന്നത് കണ്ടു. ഗിരിജ കണ്ടതുപോലെ സ്വാഭാവികം. ചോദ്യം അതല്ല, എന്തുകൊണ്ട് ആ വിവരം പുറത്തറിയിച്ചില്ല എന്നതാണ്. മുകുന്ദനുണ്ണിയുടെ കണ്ണുകളിലേക്ക് ജോണി കോട്ടൂരാൻ ചുഴിഞ്ഞു നോക്കി. ഈ വിവരം പുറത്തു പറയേണ്ടെന്ന് നിങ്ങൾ കുടുംബത്തോടെ തീരുമാനിക്കാൻ എന്നതാ കാര്യം. ഈ കുടുംബത്തിൻ്റെ അഭ്യുദയകാംക്ഷിയാ നിങ്ങൾ. ഏറ്റവും കുറഞ്ഞത് 2-3 മണിക്കൂർ ആശ ടീച്ചറുടെ മരണം നിങ്ങൾ ഒളിച്ചുവെച്ചു. സാർ, അതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. രാവിലെ പറമ്പിലേക്ക് പോയതാ. സുമേഷ് അവിടെ വന്ന് പറയുമ്പോഴാ വിവരമറിയുന്നത്. ജോണി കോട്ടൂരാൻ ചിരിച്ചു കളഞ്ഞു. അത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. ഈ പാൽക്കുപ്പി നിങ്ങളുടേതാണെങ്കിൽ എൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം തന്നേ മതിയാകൂ. അയാൾ ഓരോ പിടിവള്ളി തേടുകയാണെന്ന് മുകുന്ദനുണ്ണിക്ക് മനസ്സിലായി. സാർ, അവരോട് വരാൻ പറയട്ടെ? SI പ്രശോഭൻ അനുവാദം ചോദിച്ചു. കർഷകശ്രീ മുകുന്ദനുണ്ണിയുടെ ഭാര്യയെയും മക്കളെയും ജനമധ്യത്തിൽ ചോദ്യം ചെയ്യാൻ പാടുണ്ടോ? മിനിസ്റ്ററെ വരെ പിടിയുള്ള ടീമാ. നമുക്ക് ചോദിക്കാം, വരട്ടെ. ജോണി കോട്ടൂരാനും പ്രശോഭനും അകത്തേക്ക് പോയി. എന്നതാ മുകുന്ദ കേൾക്കുന്നേ? ദേവുവോ കുട്ടികളോ വന്നോ? ചന്ദ്രദാസ് പേടിയോടെ ചോദിച്ചു. എനിക്കറിയില്ല സാറേ. മുകുന്ദനെന്ന് വീട്ടിലേക്ക് ചെല്ല്. അവർ കണ്ടു ഭയന്നെങ്കിൽ വിവരം പോലീസിനെ അറിയിക്കണം. ജോണി കോട്ടൂരാൻ ഇത് പക വീട്ടാൻ ഉപയോഗിച്ചെന്ന് വരും. പ്രേതം പോലെ മുകുന്ദനുണ്ണി തിരിഞ്ഞു നടന്നു. ഒരു സമ്മേളനത്തിൻ്റെ ജനക്കൂട്ടം തന്നെ പറമ്പിലും റോഡിലുമുണ്ട്. റോഡിൻ്റെ ഇരുവശത്തും ബൈക്കുകളും കാറുകളും ജീപ്പുകളും കൊണ്ട് നിറഞ്ഞു. ആരൊക്കെയോ എന്തൊക്കെയോ അയാളോട് ചോദിച്ചു. ഒന്നും അറിയില്ല എന്ന് മറുപടി പറഞ്ഞ് അയാൾ നടന്നു. വരാന്തയിലെത്തുമ്പോൾ ദേവയാനിയും വന്ദനയും വരാന്തയിലിരിപ്പുണ്ട്. അയാളെ കണ്ട് അവർ എഴുന്നേറ്റു. കളരിക്കലെ അമ്മ എവിടെ? റോഡിൽ വെച്ച് മോഹാലസ്യപ്പെട്ടു വീണു. അപ്പം തന്നെ അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആ പാൽക്കുപ്പി പോലീസ് കണ്ടുപിടിച്ചു. നെറുകയിൽ ഇടുത്തി വീണതുപോലെ ദേവയാനിയും വന്ദനയും നിന്നു. പോരുന്ന വഴിക്ക് അതുകൂടി എടുക്കാൻ മറന്നുപോയല്ലോ മോളെ, നെഞ്ചുപൊട്ടി മുകുന്ദനുണ്ണി പറഞ്ഞു.
അച്ഛാ, വന്ദന കരഞ്ഞു. ആശ ടീച്ചറുടെ ബോഡി ആദ്യം കണ്ടത് ഗിരിജയാണെന്ന വാദം പൊളിഞ്ഞു. കോട്ടൂരാൻ എന്നെ ചോദ്യം ചെയ്തു. അച്ഛന് ഒന്നും അറിയില്ലെന്ന് പറഞ്ഞു. ദേവുവോ കുട്ടികളോ പാലുമായി വന്നെന്നും അവർ ആശ ടീച്ചറെ കണ്ടെന്നും പോലീസ് മനസ്സിലാക്കി കഴിഞ്ഞു. പാൽക്കുപ്പി നമ്മുടേതല്ലെന്ന് പറയാൻ പറ്റത്തില്ല. ആൾക്കാരുടെ മുന്നിൽ വെച്ചാ അയാൾ സംസാരിച്ചത്. ഇനി എന്തു ചെയ്യും ഉണ്ണിയേട്ടാ? അവിടെ പോയ വിവരം പറഞ്ഞേ തീരൂ. ആശ ടീച്ചറെ കാണാതെ തിരിച്ചു പോയെന്ന് പറഞ്ഞാൽ പോലീസ് വിശ്വസിക്കില്ല. നീ അതപ്പോൾ എന്നോട് പറയാതെ പോയല്ലോ ദേവു. ദേവയാനി കരയാൻ തുടങ്ങി. അച്ഛനോട് പറയാൻ ഞാൻ അമ്മയോട് യാചിച്ചു പറഞ്ഞതാ. വന്ദന കണ്ണു തുടച്ചു. നീ അത് മനസ്സിൽ വെച്ചു. നിന്റെ മനസ്സിൽ എന്തായിരുന്നെന്ന് എനിക്കറിയാവടി. നീ എന്നെ സംശയിച്ചു. എന്നോട് പൊറുക്കുണ്ണിയേട്ടാ. നീ ഇന്നും ഇന്നലെയും ചെയ്തത് ക്ഷമിക്കാൻ കഴിയുന്ന കാര്യമല്ല ദേവു. വരാൻ പോകുന്ന ഭവിഷ്യത്തുകൾ നേരിടാൻ തയ്യാറായിരുന്നു. ദേവയാനി തളർന്ന് വരാന്തയിലിരുന്നു. അയാൾ വന്ദനയുടെ ചുമലിൽ കൈവച്ചു. പോലീസ് ചോദിച്ചാൽ മോള് സത്യം പറയണം. വീട്ടിൽ വന്ന് ആരോടും പറയാനുള്ള ധൈര്യമില്ലാതെ മുറി അടച്ചിരുന്നു എന്ന് വേണം പറയാൻ. അമ്മയോട് പറഞ്ഞെന്ന് ഒരിക്കലും പറയരുത്. അമ്മയോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ പല ചോദ്യങ്ങൾക്കും ദേവു ഉത്തരം പറയേണ്ടി വരും. അയാൾ ഓർമ്മിപ്പിച്ചു. അച്ഛൻ പറഞ്ഞതുപോലെ പറയാം. കരച്ചിലിനിടയിൽ വന്ദന പറഞ്ഞു. ഇനിയൊരു അഗ്നിപരീക്ഷയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. എല്ലാവരും ഒരു മനസ്സോടെ നിൽക്കണം. നമ്മോടുള്ള പക വെച്ച് ജോണി കോട്ടൂരാൻ എന്നെ ഈ കേസിൽ കൊടുക്കും. എനിക്കത് ബോധ്യപ്പെട്ടു ഉണ്ണിയേട്ടാ. ദേവയാനി വാവിട്ട് കരഞ്ഞു. കൊല നടന്നത് 9-നും 11-നും ഇടയ്ക്കാണെങ്കിൽ എനിക്കെതിരെ സാഹചര്യ തെളിവുകൾ നീ തന്നെ ഉണ്ടാക്കി വെച്ചു. ഇതിൽ കൂടുതലൊന്നും കോട്ടൂരാന് വേണ്ട. ഇങ്ങനെയൊക്കെ വരുമെന്ന് ഞാൻ അറിഞ്ഞോ ഈശ്വരാ? അയാൾ പക വീട്ടട്ടെ. മുകുന്ദനുണ്ണി അത് ചെയ്തതെന്ന് തെളിയിക്കാൻ അയാൾക്കാവില്ല. മുകുന്ദനുണ്ണിയുടെ കണ്ണുകൾ നിറഞ്ഞു. അമ്മേ, കരച്ചിൽ കേട്ടത് ഗേറ്റിൽ നിന്നായിരുന്നു. ഉണ്ണിമോളും ബൃന്ദയും കരഞ്ഞുകൊണ്ട് ഓടി വരുന്നത് അവർ കണ്ടു. പേടിച്ച മട്ടിലായിരുന്നു അവർ. ഇങ്ങനെ ഒരു വിവരമറിഞ്ഞിട്ട് അവരെ സ്കൂളിൽ വിടാൻ നിനക്കെങ്ങനെ തോന്നി? രണ്ടുപേരും ഓടി വന്ന് ദേവയാനിയെ പിടിച്ച് കരഞ്ഞു. അമ്മേ, ആശ ടീച്ചറെ ആരാ കൊന്നത്? ഉണ്ണിമോൾ പൊട്ടിക്കരഞ്ഞു. ആർക്കും അറിയില്ല മോളെ. ദേവയാനി അവളുടെ ശിരസിൽ തഴുകി. അച്ഛാ. അയാളെ നോക്കി ഉണ്ണിമോൾ കരഞ്ഞു. നീ കുട്ടികളെ അകത്തേക്ക് കൊണ്ടുപോ. ദേവയാനി അവരെ അകത്തേക്ക് കൊണ്ടുപോയി. മുകുന്ദനുണ്ണി അല്പനേരം വരാന്തയിലിരുന്നു. എല്ലാം അറിഞ്ഞു വെച്ചുള്ള വരവാണ് ജോണി കോട്ടൂരാൻ്റേത്. ഇന്നലെ രാത്രി നടന്ന 2 സംഭവങ്ങളും അയാൾക്കറിയാം. തന്നെ അപായപ്പെടുത്താൻ ശ്രമിച്ചത് ആശ ടീച്ചറുടെ വീടിനു താഴെ വെച്ചാണ്. ആശ ടീച്ചറെ റേപ്പ് ചെയ്തു കൊന്നത് ടോമി കോട്ടൂരാനാണ്. അവർ വെറുതെ ഇരിക്കുകയായിരുന്നില്ല. വളരെ പ്ലാനിങ്ങോടെ തന്നെ കൊടുക്കാൻ അവർ അവസരം കാത്തിരുന്നു. ജോണി കോട്ടൂരാൻ്റെ വെല്ലുവിളി താൻ മുഖവിലക്കെടുക്കാതെ പോയി. അവരുടെ കയ്യിൽ നിന്ന് താൻ രക്ഷപ്പെട്ടപ്പോൾ പക വണ്ടിയിൽ തീർക്കുമെന്ന് കരുതി. പക്ഷേ വണ്ടിയിൽ ഒരു പോറൽ പോലും ഏൽപ്പിച്ചില്ല. ഇന്നലെ രാത്രി ടോമി കോട്ടൂരാനും സംഘവും തന്നെ കൊല്ലാൻ ശ്രമിച്ചെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. താൻ പറയുന്നതല്ലാതെ അതിനൊരു സാക്ഷി പോലുമില്ല. ആരും അവരെ കണ്ടിട്ടുമില്ല. ഒരു കെട്ടുകഥയായി അത് മാറും. താൻ പറഞ്ഞത് ദേവയാനി പോലും വിശ്വസിച്ചോ എന്ന് സംശയമുണ്ട്. ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അയാൾ സെല്ലെടുത്തു. ചന്ദ്രദാസാണ്. എന്നതാ സാറേ? മുകുന്ദ, DYSP എത്തിയിട്ടുണ്ട്. താൻ ഇങ്ങോട്ടൊന്നു വാ. എന്തേലും ചോദിച്ചാൽ മറുപടി പറയാൻ ആരെങ്കിലും വേണ്ടേ? ഞാൻ വരുവാ. അയാൾ കോൾ കട്ട് ചെയ്തിട്ട് എഴുന്നേറ്റ് നടന്നു. വാഹനങ്ങളും ആളുകളും കൊണ്ട് റോഡ് ബ്ലോക്കായി കഴിഞ്ഞിരുന്നു. ജനക്കൂട്ടത്തിനിടയിലൂടെ ഉന്തിത്തള്ളി മുകുന്ദനുണ്ണി മുറ്റത്തെത്തി. ചന്ദ്രദാസും സുമേഷും പഴയ സ്ഥാനത്ത് നിൽപ്പുണ്ട്. പാലുമായിട്ട് ആരാ വന്നത്? ഒച്ചയടക്കി ചന്ദ്രദാസ് ആരാഞ്ഞു. വന്ദനയാ വന്നത്. മൈ ഗോഡ്. എന്നിട്ട് മോള് ആശയെ കണ്ടുവോ? അവളുടെ മനസ്സ് പതറിയ മട്ടില്ല സാറേ. ആരോടും ഒന്നും പറയാതെ അവൾ മുറിയടച്ചിരുന്നു. പഠിക്കുകയാണെന്ന് ദേവും കരുതി. പോലീസ് ചോദിച്ചാൽ അത് പറഞ്ഞാൽ മതി. ഭയപ്പെടാനൊന്നുമില്ല മുകുന്ദ. അവൾ കുട്ടിയല്ലേ. വഴിയടഞ്ഞു നിന്ന ആളുകളെ പോലീസുകാർ ലാത്തി കൊണ്ട് തള്ളി മാറ്റാൻ തുടങ്ങി. പിന്നോട്ട് നീങ്ങിയ കുറേ പേർ താഴെ വീണു. ആരോ വരുന്നുണ്ട്. സുമേഷ് എത്തി നോക്കി. MP-യും MLA-യും അനുയായികളും വരുന്നത് എല്ലാവരും കണ്ടു. മുറ്റത്ത് വെച്ച് MP-യും MLA-യും DYSP സത്യശീലനും CA ജോണി കോട്ടൂരാനും സംസാരിച്ചു. രണ്ടുപേരും അകത്ത് കയറി ബോഡി കണ്ടു. 10 മിനിറ്റ് കഴിഞ്ഞ് അവർ മടങ്ങിപ്പോയി. എന്താണ് അകത്ത് നടക്കുന്നതെന്ന് ആർക്കും മനസ്സിലായില്ല. ബോഡി പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകാൻ സമയമെടുക്കുമെന്ന് എല്ലാവർക്കും മനസ്സിലായി. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ചെങ്ങന്നൂരിൽ നിന്ന് ആശ ടീച്ചറുടെ ബന്ധുക്കളെത്തി. ഒരമ്മാവനും സഹോദരിയുടെ ഭർത്താവും.
പ്രത്യേകിച്ച് ഒരു ഭാവവ്യത്യാസവും അവരുടെ മുഖങ്ങളിൽ കണ്ടില്ല. കല്യാണക്കാര്യം ആശ ടീച്ചർ വീട്ടിൽ അറിയിച്ചിട്ടില്ലെന്ന് മുകുന്ദനുണ്ണിക്ക് സംശയമുണ്ടായിരുന്നു. വഴിയിൽ നിന്ന ജനക്കൂട്ടം രണ്ടു ഭാഗത്തേക്ക് ചിതറി മാറുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. നാക്ക് പുറത്തേക്ക് നീട്ടി കിതച്ചുകൊണ്ട് ഒരു പോലീസ് നായ പ്രത്യക്ഷപ്പെട്ടു. അതിന് പിന്നാലെ 2 പോലീസുകാരും. ആളുകൾക്ക് അത് കൗതുകമുള്ള കാഴ്ചയായിരുന്നു. പോലീസ് നായ മുറ്റത്ത് വന്ന് നിന്നു. അകത്ത് നിന്ന് DYSP സത്യശീലനും ജോണി കോട്ടൂരാനും പൂമുഖത്തേക്ക് വന്നു. ജനം മുന്നോട്ട് ഇരമ്പിക്കയറി. DYSP സത്യശീലൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. റിഗോ കം. ചങ്ങലയിൽ പിടിച്ചിരുന്ന പോലീസുകാരൻ മുന്നോട്ടു പോകാൻ നായയ്ക്ക് ഉത്തരവ് കൊടുത്തു. നായ പൂമുഖത്തേക്ക് കുതിച്ചു കയറി. അകത്തെ മുറിയിലേക്ക് അത് മറഞ്ഞു. ജനക്കൂട്ടത്തിനിടയിൽ ഒരു മർമ്മരമുണ്ടായി. അല്പസമയം കഴിഞ്ഞപ്പോൾ റിഗോ പുറത്തേക്ക് വന്നു. ചാരുപടിയിൽ അവനൊന്നും മണത്ത് അല്പനേരം നിന്നു. പിന്നീട് മുറ്റത്തേക്കിറങ്ങി. ആൾക്കൂട്ടം വഴിമാറി. റിഗോയും പോലീസുകാരും റോഡിലെത്തി. പിന്നിൽ ആൾക്കൂട്ടവും. മുകുന്ദൻ വാ. ചന്ദ്രദാസ് മുകുന്ദനുണ്ണിയെയും കൂട്ടി ആൾക്കൂട്ടത്തിനൊപ്പം നടന്നു. റിഗോ റോഡിലെത്തി. ജനക്കൂട്ടം അവന് പോകാനുള്ള വഴി തീർത്ത് പിന്നോട്ട് നീങ്ങി. മണം പിടിച്ച് റിഗോ റോഡിലൂടെ ഓടി. ഓട്ടം ചെന്ന് നിന്നത് മുകുന്ദനുണ്ണിയുടെ വീടിൻ്റെ ഗേറ്റിനു മുന്നിലായിരുന്നു. ആ കാഴ്ച കണ്ട് മുകുന്ദനുണ്ണിയുടെ ഉടൽ പിളർന്നു. വീടിന് മുന്നിലെ വരാന്തയിലാണ് ദേവയാനിയും കുട്ടികളും ഇരുന്നത്. ഗേറ്റ് കടന്നു വരുന്ന നായയെ ആദ്യം കണ്ടത് ഉണ്ണിമോളായിരുന്നു. അമ്മേ, നായ. അവൾ ഉറക്കെ വിളിച്ചു. 4 പേരും ചാടി എഴുന്നേറ്റു. പോലീസ് നായയെയും പിന്നിൽ പോലീസുകാരെയും അതിനു പിന്നിൽ ജനക്കൂട്ടവും കണ്ട് ദേവയാനി ഞെട്ടിത്തെറിച്ചു. നാവ് പുറത്തേക്ക് തള്ളി കിതച്ചുകൊണ്ട് റിഗോ പാഞ്ഞെടുത്തപ്പോൾ നിലവിളിച്ചുകൊണ്ട് വന്ദന ദേവയാനിയെ ചുറ്റിപ്പിടിച്ചു. തൻ്റെ ദേഹത്തേക്ക് നായ ചാടി വീണെന്നാണ് അവൾ കരുതിയത്. ആൾക്കാരെ തള്ളിമാറ്റി മുകുന്ദനുണ്ണി ഓടി വന്നു. പക്ഷേ മുറ്റത്ത് നിന്ന് റിഗോ മണം പിടിച്ചു പോയത് പശുത്തൊഴുത്തിനോട് ചേർന്നുള്ള ചായ്പുമുറിയുടെ നേരെയായിരുന്നു. ആർത്തിരമ്പി വന്ന ജനക്കൂട്ടത്തെ മുകുന്ദനുണ്ണിയുടെ ഗേറ്റിൽ വെച്ച് പോലീസ് തടഞ്ഞു. വളരെ ബുദ്ധിമുട്ടി പോലീസ് ഗേറ്റിൻ്റെ 2 പാളികളും അടച്ചു. കുറേ പേർ പറമ്പിലെ വേലിക്കിടയിലൂടെ നൂഴ്ന്ന് അകത്തേക്ക് കടന്നു. പശുത്തൊഴുത്തിലേക്ക് പോയ റിഗോ എന്ന പോലീസ് നായയും പോലീസുകാരും മടങ്ങി വന്നില്ല. പശുക്കളുടെ ഭയന്നുള്ള അമറലും ഒച്ചയും കേൾക്കാം. ഉണ്ണിമോളും വൃന്ദയും മുകുന്ദനുണ്ണിയെ ചുറ്റിപ്പിടിച്ച് നിർത്തി. ദേവയാനിയെ കെട്ടിപ്പിടിച്ച് തോളിൽ നിന്ന് മുഖമെടുക്കാതെ വന്ദന കണ്ണുകളടച്ച് നിന്നു. ഗേറ്റ് കടന്ന് ജോണി കോട്ടൂരാനും SA പ്രശോഭനും വരുന്നത് മുകുന്ദനുണ്ണി കണ്ടു. ജോണി കോട്ടൂരാൻ വല്ലാത്തൊരു ചിരിയുമായി മുകുന്ദനുണ്ണിയുടെ മുന്നിൽ വന്ന് നിന്നു. ഒരു മനുഷ്യൻ്റെ പൂർണ്ണമായ തകർച്ച അയാൾ മുകുന്ദനുണ്ണിയുടെ മുഖത്ത് കണ്ടു. SI പ്രശോഭൻ പശുത്തൊഴുത്തിന് നേരെ നടന്നു. മുകുന്ദനുണ്ണി ഭയന്നുപോയോ? ജോണി കോട്ടൂരാൻ ചിരിച്ചു. സാർ, എനിക്കൊന്നും അറിയില്ല, താണസ്വരത്തിൽ മുകുന്ദനുണ്ണി പറഞ്ഞു. വന്ദന മുഖമുയർത്തി ജോണി കോട്ടൂരാനെ നോക്കി. നിങ്ങൾക്കെന്തെങ്കിലും അറിയാമോ എന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ. അത് ചോദിക്കാൻ സമയമായിട്ടില്ല. അന്നേരം മുകുന്ദനുണ്ണി മറുപടി പറഞ്ഞാൽ മതി. സാറിന് വേണമെങ്കിൽ എന്നോട് പകവീട്ടാം. പക്ഷേ ആശ ടീച്ചറുടെ കൊലയാളി രക്ഷപ്പെടും. അതിന് ജോണി കോട്ടൂരാൻ ചിരിച്ചു. തന്നോട് എനിക്ക് പകയുള്ളതുകൊണ്ടാണോടോ പോലീസ് നായ നേരെ ഇങ്ങോട്ട് വന്നത്? മുകുന്ദനുണ്ണിക്ക് ഉത്തരമില്ലായിരുന്നു. പാകിസ്ഥാനികളുടെ തടവിൽ കിടന്നിട്ടുള്ളവനല്ലേ നീ? നിന്റെ കൈ കൊണ്ട് കൊന്നു തള്ളിയതിൻ്റെ കണക്കും കേട്ടല്ലോ. പിന്നെന്താ ഇപ്പോൾ ഒരു പിടച്ചിൽ? ഒരു ജീവൻ എടുത്താൽ പിന്നെ കൊലയൊന്നും പുത്തിരിയല്ല, അതൊരു ക്രേസാ. ജോണി കോട്ടൂരാൻ ചിരിച്ചിട്ട് പശുത്തൊഴുത്തിന് നേരെ നടന്നു. എന്താ അച്ഛാ സാറ് പറയുന്നേ? എന്തിനാ അവരൊക്കെ ഇങ്ങോട്ട് വന്നേ? ഉണ്ണിമോൾ കരഞ്ഞുകൊണ്ട് മുഖമുയർത്തി ചോദിച്ചു. മോളെ പോലെ അച്ഛനും ഒന്നും അറിയില്ല. മുകുന്ദനുണ്ണിയുടെ കണ്ണുകൾ നിറഞ്ഞു. കുട്ടികളുടെ മുഖത്ത് പരിഭ്രാന്തി നിഴലിച്ചു. ആ നായ ചായ്പുമുറിയിൽ പോയതെന്തിനാ? ദേവയാനിയിൽ നിന്ന് വാക്കുകൾ വിറച്ചു വിറച്ചു വന്നു. കുട്ടികളെ ചേർത്ത് പിടിച്ച് നിന്നതല്ലാതെ മുകുന്ദനുണ്ണി ഒന്നും പറഞ്ഞില്ല. തലയ്ക്കുള്ളിൽ ഒരു പ്രകമ്പനമാണ്. ആശ ടീച്ചറുടെ അരികിൽ നിന്ന് പോലീസ് നായ മണം പിടിച്ച് തൻ്റെ വീട്ടിലേക്ക് വരിക. അതിനർത്ഥം ആ കൊലയാളി ഇന്നലെ രാത്രി ഈ വീട്ടിലെത്തി എന്നല്ലേ? തന്നെ കൊടുക്കാൻ കോട്ടൂരാന്മാരുടെ നീക്കമല്ലേ ഇതിനു പിന്നിൽ? ആരോട് പറയും? റിഗോ കിതപ്പടക്കി തിരിച്ചു വരുന്നത് മുകുന്ദനുണ്ണി കണ്ടു.
വന്ദന ദേവയാനിയുടെ പിന്നിലേക്ക് വലിഞ്ഞു. റിഗോയും പോലീസുകാരും ഗേറ്റ് കടന്നുപോയി. കാര്യമായ തെളിവൊന്നും പോലീസിന് ലഭിച്ചിരുന്നില്ല. ചായ്പ് മുറിയിലും തൊഴുത്തിലും ചുറ്റിത്തിരിഞ്ഞ ശേഷം റിഗോ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. ജോണി കോട്ടൂരാനും പ്രക്ഷോഭനും മുകുന്ദനുണ്ണിയുടെ അടുത്തേക്ക് വന്നു. ഇവിടെ നിന്നല്ലേ ആശ ടീച്ചർ പാൽ വാങ്ങിയിരുന്നത്? ദേവയാനിയോടായിരുന്നു പ്രക്ഷോഭിന്റെ ചോദ്യം. അതെ, ദേവയാനി വിക്കലോടെ പറഞ്ഞു. ഇന്ന് പാലുമായിട്ട് ആരാ അങ്ങോട്ട് പോയത്? ദേവയാനി വന്ദനയെ നോക്കി. മോളാ, അപ്പോൾ നീയാണ് ആശ ടീച്ചറുടെ ബോഡി ആദ്യമായി കണ്ടത് അല്ലേ? ചാട്ടുളി പോലെയായിരുന്നു ജോണി കോട്ടൂരാൻ്റെ ചോദ്യം. മുഖം വികസിക്കുകയും ചെയ്തു. വന്ദന കരയാൻ തുടങ്ങി. അതിനേക്കാൾ വലിയ ഞെട്ടലാണ് വൃന്ദയ്ക്കും ഉണ്ണിമോൾക്കും ഉണ്ടായത്. രാവിലെ അമ്മ മറച്ചു വെച്ചത് അതായിരുന്നു. ആ വിവരം പുറത്തു പറയരുതെന്ന് നിന്നോട് വിലക്കിയതാരാ? നിന്റെ അച്ഛനല്ലേ? ജോണി കോട്ടൂരാൻ്റെ അടുത്ത ചോദ്യം വന്നു. വന്ദന ഞെട്ടി. പറയടി. പേടിച്ചിട്ട് വീട്ടിൽ ആരോടും ഞാൻ പറഞ്ഞില്ല. വിറച്ചുകൊണ്ട് വന്ദന പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഇതിവിടം കൊണ്ട് തീരും. അല്ലേൽ നിന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോകേണ്ടി വരും. കിളി പറയും പോലെ നീ പറയും. ജോണി കോട്ടൂരാൻ ഭയപ്പെടുത്തി. സത്യമാ സാറേ അവൾ പറഞ്ഞത്. മുറിയടച്ചിരുന്നപ്പോൾ പഠിക്കുകയാണെന്നാണ് ഞാൻ കരുതിയത്. കുറച്ചു മുൻപ് അച്ഛൻ വന്ന് ചോദിച്ചപ്പോഴാ ഞങ്ങളോട് അവൾ വിവരം പറയുന്നത്. വിഭ്രാന്തി ബാധിച്ചതുപോലാ എൻ്റെ കുട്ടി. അങ്ങനെ ഭയക്കുന്നവളാണോ മുകുന്ദനുണ്ണിയുടെ മകൾ? ഒരു ചെറുപ്പക്കാരൻ്റെ മുഖത്തടിക്കാൻ ഉശിരി കാണിച്ചവളല്ലേ? ഒരു ബോഡി കണ്ടെന്ന് വെച്ച് മനോവിഭ്രാന്തി വരുന്ന കൂട്ടത്തിലല്ല ഇവൾ. ജോണി കോട്ടൂരാൻ പുച്ഛിച്ച് ചിരിച്ചു. ആരും ഒന്നും മിണ്ടിയില്ല. നീ എന്നതാ അവിടെ കണ്ടത്? ഒന്നും വിട്ടുപോകാതെ പറഞ്ഞേ. വന്ദന കളരിക്കൽ ചെന്നതും ആശ ടീച്ചറെ കണ്ടതും വിക്കി വിറച്ചു പറഞ്ഞു. നീ ബോഡിയിൽ പിടിച്ചോ? ഇല്ല, പേടിച്ചിട്ട് ഞാൻ ഓടിപ്പോന്നു. അവൾ വാ പൊത്തിക്കരഞ്ഞു. ആ വഴിക്കാണോ നീ പോയതും തിരിച്ചു വന്നതും? അയാൾ ഗേറ്റിലേക്ക് വിരൽ ചൂണ്ടി. അല്ല, പറമ്പിലൂടെയാ പോയത്. തിരിച്ചു വന്നതും അതിലൂടെയാ, ആ വഴി. നിന്റെ മണം പിടിച്ചല്ല നായ വന്നത്. നിന്റെ മൊഴിയെടുക്കാൻ ഒരാളെ ഇങ്ങോട്ട് വിടുന്നുണ്ട്. ജോണി കോട്ടൂരാൻ്റെ സെൽ റിങ് ചെയ്തു. അയാൾ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തു. സാർ. ശരി സാർ, ദാ വരുന്നു. അയാൾ സെൽഫ് പോക്കറ്റിലേക്കിട്ടു. എന്നിട്ട് മുകുന്ദനുണ്ണിയെ നോക്കി. ആശ ടീച്ചറെ കൊന്നതിന് ശേഷം കൊലയാളി നേരെ വന്നത് ഇവിടേക്കാ. അത് ഞാനല്ല പറയുന്നത്. ഡെഡ് ബോഡിയുടെ അരികിൽ നിന്ന് കൊലയാളിയുടെ മണം പിടിച്ചു വന്ന പോലീസ് നായ വെറുതെ നിങ്ങളുടെ തൊഴുത്തിൽ വന്ന് കയറിയില്ല. കാര്യങ്ങൾ ഞാൻ ഉദ്ദേശിച്ച വഴിക്കാ പോകുന്നത്. മുകുന്ദനുണ്ണിയെ നോക്കി ജോണി കോട്ടൂരാൻ തലയാട്ടി ചിരിച്ചു. സാർ, എന്നെ കൊടുക്കാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നെങ്കിൽ ആ കാര്യം ചെയ്തിട്ട് എൻ്റെ തൊഴുത്ത് വരെ വന്നിട്ട് പോയാൽ പോരെ? മുകുന്ദനുണ്ണിക്ക് ചോദിക്കാതിരിക്കാനായില്ല. ജോണി കോട്ടൂരാൻ അർത്ഥവത്തായി ചിരിച്ചു. വരട്ടെ, അന്വേഷണം തുടങ്ങിയിട്ടില്ല. ആദ്യം ബോഡി പോസ്റ്റ്മോർട്ടത്തിന് പോട്ടെ. പ്രതി ആരായാലും എല്ലാ തെളിവോടും കൂടിയേ അറസ്റ്റുണ്ടാവൂ. ഞാൻ അറസ്റ്റ് ചെയ്യുന്ന ഒരു പ്രതിയും രക്ഷപ്പെട്ടു പോയ ചരിത്രമില്ല. ശരി, നമുക്ക് കാണാം. ജോണി കോട്ടൂരാൻ നടന്നു നീങ്ങി. അച്ഛാ, എന്തൊക്കെയാ കേൾക്കുന്നത്? വന്ദന വന്ന് അയാളെ പിടിച്ചു കരഞ്ഞു. മോൾക്കറിയുന്നതേ അച്ഛനും അറിയൂ. നമ്മുടെ വീട്ടിലേക്ക് എന്തിനാ അച്ഛാ പോലീസ് നായ വന്നത്? ഉണ്ണിമോൾ ചോദ്യം വീണ്ടും ആവർത്തിച്ചു. അയാൾ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? ആശ ടീച്ചറെ കൊന്നയാൾ നമ്മളുടെ വീട് വരെ വന്നിരുന്നു. കുട്ടികളിൽ നടുക്കമുണ്ടായി. നമ്മുടെ വീട്ടിൽ എന്തിനു വരണം? വൃന്ദയ്ക്ക് മനസ്സിലായില്ല. ഒരു കാര്യം ഉറപ്പാ മക്കളെ, അച്ഛനെ ആ CI ഈ കേസിൽ കുടുക്കും. 3 പേരും കരയാൻ തുടങ്ങി. ദേഹത്ത് ചുറ്റിപ്പിടിച്ച ഉണ്ണിമോളുടെ ശിരസിൽ മുകുന്ദനുണ്ണി കൈവച്ചു. നമ്മളോടുള്ള പക വീട്ടാൻ അയാൾക്ക് കിട്ടിയ അവസരമായത്. ജോണി കോട്ടൂരാൻ കളരിക്കൽ എത്തിയപ്പോൾ എന്നോടത് പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷമാ പോലീസ് നായ ഇങ്ങോട്ട് വന്നത്. നമ്മൾ കരുതിയതുപോലെ കോട്ടൂരാന്മാർ വെറുതെ ഇരിക്കുകയായിരുന്നില്ല. ഉണ്ണിയേട്ടനെ പ്രതിയാക്കാൻ എന്ത് തെളിവാ അയാൾക്കുള്ളത്? ദേവയാനിയുടെ സ്വരം ഇടറി. കൊല നടന്നത് 9-നും 11-നും ഇടയിലാണെങ്കിൽ സംശയിക്കാനും അറസ്റ്റ് ചെയ്യാനുമുള്ള സാഹചര്യ തെളിവുകളില്ലേ? ഇന്നലെ രാത്രി നീയായിട്ട് അത് ഉണ്ടാക്കി വെച്ചില്ലേ? ദേവയാനിക്ക് കരയാനേ കഴിഞ്ഞുള്ളൂ. അച്ഛൻ എവിടെയാണെന്ന് അറിയാഞ്ഞിട്ടല്ലേ അമ്മ സുമേഷിയേട്ടനെ വിളിച്ചത്? കരച്ചിലിനിടയിലും വന്ദന പറഞ്ഞു. എൻ്റെ 3 മക്കളും അതറിയണം. മനസ്സുകൊണ്ട് പോലും നിങ്ങളുടെ അച്ഛനെ സംശയിക്കരുത്. ഇനി പിടിച്ചു നിൽക്കാനുള്ള എൻ്റെ കരുത്ത് നിങ്ങളാ. മുകുന്ദനുണ്ണിയുടെ കണ്ണുകൾ നിറഞ്ഞു. കഴിഞ്ഞ രാത്രി സംഭവിച്ചതെല്ലാം കുട്ടികളുടെ അറിവിലേക്കായി മുകുന്ദനുണ്ണി ഒന്നുകൂടി പറഞ്ഞു. 3 പേരുടെയും കരച്ചിലിൻ്റെ ശക്തി കൂടി. മക്കളുവാ, ഇവിടെ നിന്ന് കരഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിക്കും. മുകുന്ദനുണ്ണി അവരെ അകത്തേക്ക് കൊണ്ടുപോയി. സെറ്റിയിൽ അയാൾ തളർന്നിരുന്നു. ഉണ്ണിമോൾ അടുത്തേക്ക് വന്നിരുന്നു. നമുക്കിവിടെ നിന്ന് പോകാം അച്ഛാ. ഒരിടത്തേക്ക് പോയിട്ട് കാര്യമില്ല മോളെ. വരുന്നത് നേരിട്ടേ പറ്റൂ.
നമ്മുടെ കൂടെ ആരും ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മളെ സ്നേഹിക്കുന്നവർ പോലും വെറുക്കും. എൻ്റെ മക്കളുടെ ഭാവി ഓർക്കുമ്പോൾ മുകുന്ദനുണ്ണി കരച്ചിൽ കടിച്ചമർത്തി. അയാളുടെ കണ്ണിൽ നിന്ന് നീർത്തുള്ളികൾ അടർന്നു വീണു. അച്ഛൻ കരയുന്നത് കുട്ടികൾക്ക് സഹിക്കാനായില്ല. അച്ഛാ കരഞ്ഞുകൊണ്ട് ഉണ്ണിമോൾ അയാളുടെ മടിയിലേക്ക് വീണു. വൃന്ദ തോളിൽ മുഖം ചേർത്ത് കരഞ്ഞു. ഈ നാട്ടിലുള്ള ആരും ആശ ടീച്ചറോട് അങ്ങനെ ഒരു കടുങ്കൈ ചെയ്യില്ല. അവളെ കൊന്നത് ആരാണെന്ന് എനിക്കറിയാം. ജോണി കോട്ടൂരാൻ്റെ അനിയൻ, അല്ലെങ്കിൽ അവൻ്റെ ഗുണ്ടകളിലാരോ. എന്നെ കുടുക്കാൻ വേണ്ടിയാ ഇവിടെ വന്നിട്ട് പോയത്. ഈ വിവരമൊക്കെ ജോണി കോട്ടൂരാൻ അറിയാം. എല്ലാവരും കരയാൻ തുടങ്ങി. എന്നോട് ചെയ്യാൻ ഇതിനേക്കാൾ വലിയ പ്രതികാരം വേറെയില്ല. അയാൾ മാത്രമല്ലല്ലോ ഉണ്ണിയേട്ടാ പോലീസിലുള്ളത്. നടന്ന സംഭവങ്ങൾ മുകളിലുള്ളവരോട് ഉണ്ണിയേട്ടൻ പറയണം. ദേവയാനി ധൈര്യം വീണ്ടെടുത്തു. അയാൾ ദുർബലനാവുന്നത് എന്തിനാണെന്ന് ദേവയാനിക്ക് മനസ്സിലായില്ല. പറയാം, ആരിത് വിശ്വസിക്കും? ടോമി കോട്ടൂരാൻ എന്നെ ആക്രമിച്ചതിന് തെളിവില്ല. അവർ വന്നതോ പോയതോ ആരും കണ്ടിട്ടില്ല. ഞാൻ മെനഞ്ഞുണ്ടാക്കിയ കെട്ടുകഥയായി അത് മാറും. ഉണ്ണിയേട്ടൻ ഇങ്ങനെ തളർന്നു പോയാ ഞങ്ങൾക്കാരുണ്ട്? എന്തു വന്നാലും പിടിച്ചു നിൽക്കാം. ഒടുവിൽ സത്യം പുറത്തു വരും. ദൈവമെന്നൊരു ശക്തിയില്ലേ? അയാൾ സെറ്റിയിലേക്ക് തല ചായ്ച്ചു. നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ അച്ഛാ. ഈ നാട്ടിലെ ആരും അച്ഛനെ സംശയിക്കില്ല. ആശ ടീച്ചർ നമ്മുടെ സ്വന്തമല്ലേ? വിങ്ങിപ്പൊട്ടി നിന്ന വന്ദനയെ അയാൾ നോക്കി. അച്ഛന് ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ. നിങ്ങൾ അച്ഛനെ സംശയിക്കരുത്. പിന്നെ അച്ഛനുണ്ടാവില്ല മക്കളെ. മുകുന്ദനുണ്ണി എത്ര അമർത്തിയിട്ടും വിതുമ്പിപ്പോയി. അച്ഛാ. വൃന്ദയും ഉണ്ണിമോളും ഒന്നിച്ചു കരഞ്ഞു. ഞങ്ങളുടെ അച്ഛന് ആരെയും കൊല്ലാനാവില്ല. മുകുന്ദനുണ്ണി രണ്ടുപേരെയും ചേർത്ത് പിടിച്ചു. അച്ഛൻ ഇങ്ങനെയൊന്നും പറയല്ലേ. അച്ഛനെ ഞങ്ങൾക്കറിയില്ലേ. ഞങ്ങളുടെ ദൈവമാച്ഛൻ. പറഞ്ഞു തീർന്നതും വന്ദന പൊട്ടിക്കരഞ്ഞു. ചുമർ ചാരി നിന്ന് സാരിത്തലപ്പ് പിടിച്ച് ദേവയാനി കരച്ചിൽ അമർത്തി. പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് ഉണ്ണിയേട്ടൻ സ്വയം നിശ്ചയിച്ചു കഴിഞ്ഞു. അങ്ങനെ തീരുമാനിക്കാനുള്ള കാരണം എന്താണ്? ദേവയാനിക്ക് ഒന്നും മനസ്സിലായില്ല. കുട്ടികളോട് പോലും ഏറ്റുപറഞ്ഞ് ദുർബലനാവാനാണ് ഉണ്ണിയേട്ടൻ ശ്രമിക്കുന്നത്. ഈശ്വരാ, ഇതെന്ത് പരീക്ഷണം? ദേവയാനി കണ്ണുകൾ മുറുക്കെ അടച്ചു. ഹൃദ്യം അടുത്ത ലക്കത്തിൽ തുടർന്ന് കേൾക്കാം. ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കണമേ എന്ന അഭ്യർത്ഥനയോടെ മുരളി നല്ലനാട് സ്റ്റോറീസിന് വേണ്ടി സൽമ റോയ്സ്.